പക്ക വെറൈറ്റി പടം. ആവറേജ് ഒരു വൺ വാച്ച് പടം കേട്ടോ, കുഴപ്പമില്ല, നല്ല പടം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഏവറേജ് പോലും പറയാൻ പറ്റാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു എന്താ പറയാ ഫസ്റ്റ് പൊട്ടപ്പടം, ഒരു തല്ലിപ്പൊളി പടമാണ് ഈ മമ്മൂട്ടി കമ്പനിയിലൂടെ വന്നത്. നമ്മളൊരു ഗൗതം മൂവിയും പിന്നെ ഒരു മമ്മൂട്ടി കമ്പനി ആ ലെവലിൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് വന്നൊരു പടമാണ്. പക്ഷെ അതിന്റെ 7 അകലത്തെത്തിയില്ല. വെറും തല്ലിപ്പൊളി പടം, ഒരു വളരെ ലാഗോടെ കൊണ്ടുപോയി അവസാനം നമ്മളൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു, അതുപോലും ഇല്ല. ഒരു വലിയൊരുമായ ഒരു ട്വിസ്റ്റ് ഒന്നല്ല, അത് വളരെ മോശം. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിലാണ് മൂവി പോകുന്നത്. ഭയങ്കര സ്ലോ പേസിൽ തുടങ്ങി ഇന്റർവെലിന് ശേഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പടം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പടം. വെരി ഹാപ്പി. പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ പടവും നമ്മൾ ചെയ്യുന്ന പടമൊക്കെ ഞാൻ തിയേറ്ററിൽ കാണും, എല്ലാ പടവും തിയേറ്ററിൽ കാണും. സോ ഇറ്റ് നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഷെർലക് മൂവീസ് ഒക്കെ കണ്ടുകണ പോലെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത പടമാണ് ബിക്കി. മമ്മൂട്ടി ആൻഡ് എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ സുരേഷിന്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഈസിഗോ ലക്കി ആയിട്ടുള്ള ഒരു ഓഫീസർ, ആളുടെ ഒപ്പം വരുന്ന ഒരു അസിസ്റ്റന്റ്, അന്ന് അതിനകത്ത് കുറച്ച് കോമഡീസ്, ഇവരെ പഴയകാല മൂവി റെഫറൻസിൽ ഡയലോഗൊക്കെ അതൊക്കെ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ കുറച്ച് എന്താ പറയുക, ഒരു സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു. ആ ഒരു പോയിന്റിൽ പടം അത്യാവശ്യം തന്നെ ഹൈ ആവുന്നുണ്ട്. പക്ഷെ ഓവറോൾ ഒരു പടത്തിനെപ്പോഴൊരു സീരിയസ്നെസ്സിനെക്കാട്ടും കൂടുതൽ ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തിരുന്നു. അതായത് ഈ പറഞ്ഞ ഒരു ലേസി ഗോ ഓഫീസറായ ആൾ, ഹാപ്പി ഗോ ലക്കി ഓഫീസറായ ആളെങ്ങനെ ഒരു പക്ഷെ എന്നാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ. ഗൗതം വാസുദേവൻ ആൻഡ് മമ്മൂട്ടി ഫസ്റ്റ് ടൈം കോമ്പിനേഷൻ ആണ്. സോ ഗൗതം വാസുദേവന്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഇഷ്ടപ്പെടും. എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ മൂവി. ക്ലൈമാക്സ് അത്യാവശ്യം കൊള്ളായിരുന്നു. മമ്മൂട്ടി സാറിന്റെ ജഡ്ജ്മെന്റിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട്. സാറ് പറയുന്ന പോലെ നമ്മൾ ചെയ്തതാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ വർക്ക് ഔട്ട് ഫോർ ദ ബെസ്റ്റ്. അതാണ്.